Hi guys, it's me Zaak. Welcome back to zaaktech. അപ്പോൾ guys, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു പരീക്ഷണമാണ്. Hi guys, it's me Zaak. Welcome back to zaaktech. അപ്പോൾ guys, നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതെന്താണ് guys? ഇതൊരു ടെസ്റ്റർ ആണ്. ഓക്കേ, ഈ ടെസ്റ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്? സാധാരണ വോൾട്ടേജ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ആ ഒരു സർക്യൂട്ടിൽ വോൾട്ടേജ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ യൂസ് ചെയ്യുന്ന നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ കേട്ടോ, നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കൃത്യം എന്ത് ചെയ്യും, വർക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഇവിടെ എടുത്തിട്ട് വരാം. Hi guys, it's me Zaak. Welcome back to zaaktech. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു പരീക്ഷണമാണ്. പരീക്ഷണമല്ല, നമ്മൾ ചെറിയൊരു DIY, ഇതിപ്പോ അതിൽ പറയാ, ഒരു DIY ടെസ്റ്റർ. യെസ്, DIY ടെസ്റ്റർ. അതും നമ്മളിപ്പോ സാധാ ടെസ്റ്റർ. ഓക്കെ, നിങ്ങൾക്ക് ഇതെന്താണെന്ന് അറിയോ? ഇതാണ് നോർമൽ ടെസ്റ്റർ ആണ്. അതായത് നമ്മളിപ്പോ വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ടെസ്റ്റർ ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ എടുത്ത് സ്വിച്ച് ഇട്ട് ഇതിൻ്റെ അകത്ത് കുത്തി വെക്കും. എന്നിട്ട് വോൾട്ടേജ് ഉണ്ടെങ്കിൽ നമ്മൾ ബാക്ക് കൈവക്കും, വോൾട്ടേജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതെവിടെ ഇങ്ങനെ കത്തും. ഇതാണ് ഇത് യൂസ് ചെയ്ത്, ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതല്ല, നമുക്കിങ്ങനെ ഒരു വയർ, ഓക്കെ, ഈ ഒരു വയർ നമ്മളിപ്പോ ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്തു. ഇനി ഇതിലിപ്പോ വോൾട്ടേജ് ഇപ്പുറത്തേക്ക് വരുന്നുണ്ടോ നോക്കാം, നമുക്ക് ടെസ്റ്റർ വെച്ച് നോക്കാം. ഓക്കെ, വരുന്നുണ്ട്. ഇനിയിപ്പോ ഈ വയർ എവിടുന്നെങ്കിലും ഷോർട്ടായി പോയി, എവിടുന്നെങ്കിലും കട്ടായി പോയി, നമുക്ക് ഇവിടെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കിട്ടത്തില്ല. ഷോർട്ടല്ലേ, സോറി അല്ല, കട്ടായി പോയില്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തില്ല. അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാകും എവിടെയാ കട്ടായത് എന്നുള്ളത്? ആ ഒരു മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. അതിന്റെ പേരാണ്, എന്റെ പേരെന്തായാലും ഞാൻ ആലോചിക്കട്ടെ. പേര് പറഞ്ഞ കേസ്, വൈഫൈ അല്ല അതിന്റെ പേര്. മറന്നാലോ. യെസ്, വയർലെസ് ടെസ്റ്റർ. അതന്നെ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ വയർലെസ് ടെസ്റ്റർ ആണ്. വയർലെസ് ടെസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വയറിനെ മേലെ കൂടി ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. എന്ത് ചെയ്യും, നമുക്ക് ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യും, ഒരു ഐഡന്റിഫിക്കേഷൻ കിട്ടും. അതായത് ഇപ്പോൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെടുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു തട്ടിക്കുട്ടി പരീക്ഷണം. ഓക്കെ, അപ്പൊ നമ്മളത് ഉണ്ടാക്കാം. അത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം വേണ്ടതെന്ന് വെച്ചാല്, നമുക്ക് ആദ്യം മെയിൻ സാധനം BC 547 ട്രാൻസിസ്റ്റർ. ഇത് ഒരു 3 പീസ്. ഓക്കെ, BC 547 ഒരു 3 പീസ്. അത് റെഡ് LED. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്തോ, എനിക്ക് ഇഷ്ടമുള്ള. പിന്നെ ഒരു 1 mmന്റെ ഇപ്പൊ എങ്ങനെ പറഞ്ഞുതരാം. ഓക്കെ, ഒരു 1 mmന്റെ റെസിസ്റ്റർ, അതേപോലെ തന്നെ ഒരു 100Kയുടെ ഒരു റെസിസ്റ്റർ. ഇങ്ങനെ ടോട്ടൽ 2 റെസിസ്റ്റർ, 3 ട്രാൻസിസ്റ്റർ, ഒരു LED. ഓക്കെ, പിന്നെ ഇതിന് വോൾട്ടേജ് ആകാൻ നിങ്ങൾക്ക് വേണം ഒരു ബാറ്ററി എടുത്തോ, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഞാനിതാ സർക്യൂട്ട് ഇവിടെ കൊടുക്കാം. നമ്മൾ സർക്യൂട്ട് കണ്ടില്ലേ. അപ്പോൾ സർക്യൂട്ട് കണ്ടിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഉണ്ടാക്കി നോക്കാം. അതുപോലെ ഞാനൊന്ന് ഉണ്ടാക്കി വെച്ച ഒന്നുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഉണ്ടാക്കി. വീണ്ടും മറന്നു. അതുപോലെ അതേപോലെ നമുക്കൊരു കോപ്പർ വയറിന്റെയും കൂടി ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ മറന്നുകൊണ്ട ഒരു കോപ്പർ വയർ. ഓക്കെ, അപ്പൊ ഞാൻ തിരുത്തി 1 2 3 4 കോമ്പണൻസ്. അതിൽ 3 ട്രാൻസിസ്റ്റർ, 3 റെസിസ്റ്റർ, 2 ടൈപ്പ് റെസിസ്റ്റർ, 100K 1 മില്യനും, പിന്നെ ഒരു റെഡ് LED കോപ്പർ വയർ. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. പിന്നെ ബാറ്ററി മെയിൻ സാധനം.
അപ്പോൾ നമ്മളിത് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ കോൺടാക്ടിൻ്റെ ഇത് ഇതാണ്ടോ കത്തും പറഞ്ഞാൽ എർത്ത് അത് വെച്ച് ഇത് കത്തും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു വയർ ഇതിൽ കണക്ട് ചെയ്യാം. വയർ കഴിഞ്ഞിട്ട് ഓണാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വയറുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് കത്തുന്നുണ്ട്. കത്തുന്നുണ്ടോ എന്ന് കാണുന്നുണ്ടാവായിരിക്കും. ഉണ്ടോ? സോ ഗൈസ്, ഞാനിത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം. സോ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ വച്ച് നോക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് ഗൈസ്, നമ്മൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റില്ലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും നമുക്ക് ഈ ലൈറ്റ് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഞാനിതാ ഇതാണ് ഇവിടെയാണുള്ളത്. ഇങ്ങനെ അടുത്ത് കൊണ്ടുവരുമ്പോൾ കണ്ടോ, കുറച്ചടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ കണ്ടോ നമ്മൾ സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വയറതാ ഇവിടം വരെ ഉണ്ട്. ഇവിടം വരെ കൊണ്ടുവരുമ്പോൾ വരെ ഉള്ള വർക്കിംഗ് ആണ്. കുറച്ചടുത്ത് വെച്ചാൽ നമ്മൾ തൊടിയിക്ക് പോലും വേണ്ട. നമ്മളിത് ഓഫാക്കി ഹലോ കിട്ടലും പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പ്ലഗ് നീ വയറെടുത്ത് പുറത്തിട്ട് നോക്കാനുണ്ടോ? വർക്ക് ചെയ്യുന്നില്ല. സംഭവം വേറൊരു കാര്യമുണ്ട്. ഇത് നമ്മളിപ്പോ കണ്ടോ, നമ്മളെ കൈ എടുത്ത് കൊണ്ട് വെക്കുമ്പോൾ ചെറുതായിട്ട് ഇത് കത്തും. അപ്പോ നിങ്ങൾ ഈ സാധനം കണ്ടു തോന്നുന്നു. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കണ്ടു. ഇനിയിപ്പോ നമുക്ക് ഇത് എങ്ങനെ ഉപകാരപ്പെടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നല്ല, നമ്മളിപ്പോ ഇതൊരു വയറ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടു. ഇതിപ്പോ ഇതിൽ ഞാൻ ടെസ്റ്റ് ചെയ്യാണ്. ടെസ്റ്റ് ചെയ്താൽ ചെറുതായിട്ട് ഇത് ഇവിടെയൊക്കെ കത്തുന്നുണ്ട്. ഇവിടെയൊക്കെ കത്തുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇതിന്റെ അത് കെട്ടുപോയി. മീൻസ് അത് വർക്ക് ചെയ്യുന്നില്ല. LED ഉണ്ടോ, ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് നോക്കാം. ഉണ്ടോ, ഇവിടെ എത്തുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇവിടെയൊക്കെ കത്തുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഒരു ഷോർട്ട് ഉണ്ട്. കണ്ടോ, ഈ വയറ് ഷോർട്ടാണ്. ഇത് ഞാൻ ജോയിൻ ചെയ്ത് വെച്ചതാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ സംഭവം സിമ്പിൾ സാധനമാണ്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. പിന്നെ AC-യിലൊക്കെ കളിക്കുമ്പോൾ സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല വേണ്ട, നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. നമുക്ക് ഇതിനടുത്ത് AC കുത്തി എന്ത് സംഭവിക്കുന്നു നോക്കിയോക്കാം. മനസ്സ് പറയുന്നത് വേണ്ട വേണ്ട, എനിക്ക് വേണം. ബാറ്ററി വേണ്ട നമുക്ക്. ഡോണ്ട് ഡു ഇറ്റ്. ഓക്കെ, വളരെ ഡേഞ്ചറസ്റ്റിക് പരിപാടിയാണ്. ഫോർ മൈ സേഫ്റ്റി. ഇത് ഞാൻ ഓണാക്കിയിരിക്കും. സാധാരണ AC കുത്തിയാൽ സാധാരണ പൊട്ടിത്തെറിക്കൽ എന്തെങ്കിലുമുള്ള പരിപാടിയാണ്. ഒന്നുകൂടെ നോക്കി നോക്കാം. 1 2 3 1 2 3. ഞാൻ വിചാരിച്ച പോലെ വലിയ എക്സ്പ്ലോഡൊന്നും സംഭവിച്ചില്ല. നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം. ഈ LED കത്തിക്കരിഞ്ഞു പോയിട്ടേ ഉള്ളൂ. അപ്പോൾ
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സംഭവം കുഞ്ഞു സാധനമാണ്. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ചുകൂടി നല്ല വലിയ സാധനം ഒന്നുകൂടി എക്സ്പ്ലോഡ് ചെയ്ത് നിന്ന് സ്വിച്ച് ഇട്ടപ്പാടി പൊട്ടിത്തെറിക്കണം. ആ ഒരു രീതിയിലുള്ള സാധനം നമ്മൾ നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ആരും ഇത് അനുകരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ സാക്ക്, ഗുഡ് ബൈ.